നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മുൻ ഉപരാഷ്ട്രപതിയായിരുന്ന ജഗദീപ് ധൻഖർ ഇരുന്ന കസേരയിൽ ഇപ്പോൾ CP രാധാകൃഷ്ണൻ എന്ന തമിഴ്നാടുകാരനാണ് ഇരിക്കുന്നത്. CP രാധാകൃഷ്ണൻ ഒരു ഹാർഡ് കോർ സംഘിയാണ്. BJP നേതാവായി തമിഴ്നാട് സംസ്ഥാനത്തെ യൂണിറ്റ് അധ്യക്ഷനായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 2 തവണ MP ആയിരുന്നു. അദ്ദേഹം ഇപ്പോൾ രാജ്യസഭയിൽ അസാധാരണ നീക്കത്തിന് തയ്യാറെടുക്കുകയാണ്. നമുക്കറിയാം, രാജ്യസഭയിൽ ചെയർപേഴ്സൺ കൂടിയാണല്ലോ ഉപരാഷ്ട്രപതി. രാജ്യസഭയിൽ BJPക്ക് കേവല ഭൂരിപക്ഷം ഇല്ല എങ്കിലും NDAക്ക് ഘടകകക്ഷികളെല്ലാം കൂടെ ചേർക്കുമ്പോൾ ഇപ്പോൾ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുകയാണ്. ഓർഡിനൻസുകൾ മുഖേന പല പിൻവാതിലിലൂടെയുള്ള നയങ്ങളും കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും കൃത്യമായി മാക്സിമം പ്രയോജനപ്പെടുത്താൻ, അവർ പോലും അറിയാതെ അവരെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാൻ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും അറിയാം. അത് ഏകീകരിക്കാൻ പാർലമെന്ററി കാര്യ മന്ത്രിക്കും ചുമതല കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞു വരുന്നത്, പ്രധാനമന്ത്രിയുടെ ഏറ്റവും നിർദ്ദിഷ്ട പദ്ധതികളിൽ ഒന്ന് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർക്കാൻ വേണ്ടിയുള്ള സാമ്പത്തിക പരിഷ്കരണ നയങ്ങൾ എല്ലാം തന്നെ രൂപീകരിക്കുന്നതിനോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഈ രാജ്യത്തെ ഡിവൈഡ് ചെയ്യാൻ, മതപരമായി തന്നെ ഡിവൈഡ് ചെയ്യാൻ ജാതി സെൻസസ് നടപ്പിലാക്കുന്നത് ഡേറ്റ ശേഖരിക്കലിന് വേണ്ടിയും അത് ജനങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കാൻ വേണ്ടിയല്ല. തൊഴിലുറപ്പ് പദ്ധതിയെ എങ്ങനെയാണോ അട്ടിമറിച്ചത്, അത് കൃത്യമായി ഈ ജാതി സെൻസസുമായി ബന്ധപ്പെടുകയാണ്. CP രാധാകൃഷ്ണനെ പോലൊരു വ്യക്തിയെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് രാജ്യസഭാ നടപടികളെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് നമുക്കറിയാം, ഉപരിസഭയാണ് രാജ്യസഭ. ലോക്സഭ എന്നത് ലോവർ ഹൗസാണ്. മണി ബില്ല് രാജ്യസഭയിൽ ഒറിജിനേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സാമ്പത്തിക നയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ CP രാധാകൃഷ്ണൻ എടുക്കുന്ന തീരുമാനം ആത്യന്തികമായിരിക്കും. അത് വളരെ പ്രാധാന്യമുള്ളതായിരിക്കും. ജഗദീപ് ധൻഖറിനെ എന്തുകൊണ്ട് അദ്ദേഹവുമായി അഭിപ്രായ വ്യത്യാസമുള്ളപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാതെ അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തി തന്നെ ആ മൊമെന്റിൽ മാറ്റി എന്നുള്ളതിൻ്റെ ഉത്തരം കൂടിയാണിത്. BJPയുടെ പല അജണ്ടകൾ, ഹിഡൻ അജണ്ടകളെയും പൊളിച്ചെടുക്കാൻ ജഗദീപ് ധൻഖർ ഒരു കാരണമാകും എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് നരേന്ദ്രമോദി സൂത്രത്തിൽ ആ ഒരു പ്രയോഗം നടത്തിയത്. CP രാധാകൃഷ്ണനാകുമ്പോൾ മിണ്ടാതെ നിന്ന് കാര്യങ്ങൾ എന്താണ്, അതിൻ്റെ കാര്യകാരണം എന്ന് പോലും തിരക്കാതെ സംഘപരിവാറിൻ്റെ അജണ്ട ഏകപക്ഷീയമായി നടപ്പിലാക്കും. രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷം ഇപ്പോൾ സംഘപരിവാറിന്, NDAക്ക് മൊത്തത്തിലുണ്ട്. അവർക്ക് പിൻവാതിൽ വഴി ഓർഡിനൻസുകളുടെ രൂപത്തിൽ പല സഹായങ്ങളും രാഷ്ട്രപതി ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ ശക്തമായി CP രാധാകൃഷ്ണൻ എന്ന ആയുധം കൂടി ഒരു ആയുധമായി തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. ഉപരാഷ്ട്രപതിയെ ഒരു ആയുധമാക്കി തന്നെയാണ് അവരുടെ അടുത്ത നീക്കങ്ങൾ.